മഴയാണെങ്കിലും പൂവുണ്ട്. മഴയാണെങ്കിലും പൂവുണ്ടേ. നല്ല ഭംഗി. പെരുമഴയത്തുന്താ പൂവുണ്ടേ. എല്ലായിടത്തും ഭയങ്കര മഴ കേട്ടാ. ഇന്നലെ ഭയങ്കര മഴ കൊച്ചിയിലൊക്കെ. മഴയും വെള്ളവും. ഇവിടെ മഴ പെയ്തില്ല, പെയ്യും. മഴക്കോളുണ്ട് ഇവിടെയൊക്കെ. പത്തുമണിപ്പൂക്കളും ഉണ്ട്. മഴക്കാറ് കണ്ടാ, എന്നാലും പൂവുണ്ട്. കണ്ടില്ലേ? മഴയാണെങ്കിലും ചെടികൾ കണ്ടാ. ടെറസിൻ്റെ മുകളിൽ ഇതുപോലെ പൈപ്പൊക്കെ ഇട്ട്, ബലത്തിന് പൈപ്പൊക്കെ ഇട്ടിട്ട് പച്ചക്കറി വല വലിക്കണം. ഇതുപോലെ ബലമുള്ള കമ്പി വലിച്ച് കെട്ടണം. എന്നിട്ട് ഇതേപോലെ ചെടിച്ചട്ടികൾ തൂക്കിയിടണം. കണ്ടേ, ഇതൊക്കെ മഴയത്ത് നീറിപ്പോണ സാധനങ്ങളാണ്. ഞാൻ കുറേ വർഷം കൊണ്ട് ഇങ്ങനെയാണ് ചെയ്യണത്. കണ്ടില്ലേ? ഈ ചെടികളൊക്കെ തൂക്കുചട്ടിയിലിട്ടാൽ മതി, അവിടെ നിന്നോളും. എത്ര പെരുമഴ ആയാലും. നമ്മളെ 10 മണികളൊക്കെ നിൽക്കണം. കണ്ടില്ലേ? തൂക്കുചട്ടിയിലിട്ടാൽ മതി. ഓക്കെ. അഥവാ വെള്ളം കെട്ടി നിൽക്കണമെങ്കിൽ ചട്ടി അങ്ങ് ചരിച്ചിട്ട് കൊടുത്താൽ മതി, അവിടെ കിടന്നോളും. ഒരു ചെടിക്കൊന്നും ഒരു കേടും പറ്റില്ല കേട്ടാ. നമ്മൾ പുതിന കണ്ടാ, പുതിനയുടെ തണ്ടിൻ്റെ നിറം കണ്ടാ. 2 കളറുണ്ട് കേട്ടാ. തണ്ട് വെള്ള കളറുള്ളതും ഉണ്ട്, ഇങ്ങനെയുള്ളത്. നല്ല മണം കേട്ടാ. ഒന്ന് തൊട്ടാൽ മതി, നല്ല മണമാണ്. ഇത് ടെറസിൻ്റെ മുകളിൽ പടർന്നരച്ച് കിടക്കുകയാണ്. നമുക്ക് ഈ പൂ പറിച്ചാലോ? ഈ പൂവിൻ്റെ കളറ് കണ്ടാ. ഇപ്പം തൂക്കുചട്ടിയിൽ ഇങ്ങനെ നിൽക്കണം. അതിൻ്റെ തൊട്ടടുത്ത് ഈ കളറ് കണ്ടാ. വെള്ളയുണ്ട്, എല്ലാം ഉണ്ട് അതിൽ. പെരുമഴ വരണം, ഞാൻ ഇറങ്ങിപ്പോണു. ഞാൻ ചട്ടി ചരിച്ചിട്ടേക്കാണ്, കണ്ടില്ലേ? ഇങ്ങനെ ഇട്ടിരുന്നാൽ മഴയായാലും നമുക്ക് പൂ കിട്ടും. ഇങ്ങനത്തെ തൂക്ക് ചെടികളൊക്കെ ടെറസിൻ്റെ മുകളിലിട്ട് നല്ലപോലെ കിടക്കുന്നുണ്ട്. കണ്ടില്ലേ? ടെറസിൻ്റെ മുകളിലെ ഞൊട്ടാഞ്ഞൊടിയൻ. ഇനി 10 മണി. ഓക്കെ, താങ്ക് യു. ചാലക്കുടിയിൽ നിന്നും ലീലാമണി. പാമ്പൽപ്പൂ ഇനിയുണ്ട് പറിക്കാൻ. ഗാഗ് ഫ്രൂട്ട് വീട്ടിന് ചുറ്റിനും എല്ലായിടത്തും ഉണ്ട് കേട്ടോ. പടർന്നരച്ച് ഇഷ്ടം പോലെ പൂവുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇത് കണ്ടില്ലേ?
കുറേയൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞു. ഇതിപ്പോൾ വീണ്ടും രണ്ടാമത് പൂ പിടിക്കുന്നതാണ്. എന്നുവെച്ചാൽ പ്ലാവൊക്കെ ഒടിഞ്ഞു പോകുന്നേ. മഴയാണെങ്കിലും അടീര്യത്തിനൊക്കെ മൊട്ട് പിടിക്കുന്നുണ്ട. ഈ വിത്ത് കണ്ട, ഇത് ഡബിൾ പെറ്റലിൻ്റെ വിത്താണ്. 4 എണ്ണം. ഒരു പൂങ്കുല വന്നിട്ട് അതിൽ 4 വിത്ത് പിടിച്ച് നിൽക്കുകയാണ്. കണ്ട, കണ്ടില്ലേ? ഡബിൾ പെറ്റലിൻ്റെതാണ് കേട്ടോ. 4 വിത്ത് പിടിച്ച്. അത് ഈ തേനീച്ചയൊക്കെ വളർത്തിയതിന് ശേഷമാണ് ഇങ്ങനെ വിത്തുകൾ കൂടുതൽ കിട്ടണം എനിക്ക്. ഞാൻ എത്ര വർഷം കൊണ്ട് ഡബിൾ പെറ്റലൊക്കെ വളർത്തണം. ഇപ്പോഴാണ് ഡബിൾ പെറ്റലിൽ വിത്ത് കിട്ടി. കഴിഞ്ഞ വർഷം കിട്ടി, എന്നാലും ഇപ്പോഴും വേറെ ഒരുപാട് എണ്ണത്തിൽ വിത്തുണ്ട്. അപ്പോൾ കർഷകരായ നമ്മളെല്ലാവരും തേനീച്ചയെ വളർത്തുക. എനിക്കിവിടെ ഉണ്ട്. ചെറുതും വലുതും വളർത്താം കേട്ടോ. ഓക്കെ, ഇതും ഡബിൾ പെറ്റലിൻ്റെ വിത്താണ് കേട്ടോ. ബ്രൈഡൽ ബൊക്കയിൽ മഴയാണെങ്കിലും ഇഷ്ടംപോലെ പൂവുണ്ട്. ആമ്പൽപ്പൂക്കൾ കുറേ ഞാൻ പറിച്ചെടുത്തു. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു. മഴ വരുന്നു, ഞാൻ ഇറങ്ങിപ്പോകുന്നു. ടെറസിൻ്റെ മുകളിലാണ് ഇത്രയും കാഴ്ചകൾ. ഓക്കെ, എൻ്റെ ചെടികളും പൂക്കളും എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഓക്കെ, താങ്ക് യു. മഴ, നല്ല മഴ. അപ്പം ഞാനിനി മഴ നനയില്ല. ഒന്നാമത് ജലദോഷം പിടിച്ച്. ഓക്കെ, താങ്ക് യു.